ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, തിരുസഭയിൽ നിന്ന് നമുക്ക് ധ്യാന വിഷയമായിട്ട് തരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ തിരുവചന ഭാഗങ്ങളാണ്. ഈ ഒരു സുവിശേഷ ഭാഗം വായിച്ച് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ ധൈര്യമുള്ള ചങ്കൂറ്റമുള്ളൊരു ക്രിസ്തുവിനെ നമ്മളിന്ന് കണ്ടുമുട്ടുകയാണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട്, ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് സധൈര്യം പ്രാർത്ഥിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും നടക്കുന്ന ഈശോനാഥനെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഒരുപാട് പേര് ഈശോയെ കൊല്ലാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അവരുടെ മുൻപിലേക്ക് സധൈര്യം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഈശോനാഥനെ നമ്മൾ കണ്ടുമുട്ടുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത്. 2021 ഫെബ്രുവരി മാസം 1-ാം തീയതി പത്രമാധ്യമങ്ങളിലേക്ക് നിറഞ്ഞു നിന്നിരുന്ന ലോകശ്രദ്ധയാർജിച്ച മനോഹരമായിട്ടുള്ളൊരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു ആൻഡ്രോസ് എന്ന് പറഞ്ഞ സന്യസ്തയുടെ ചിത്രമാണിത്. മ്യാൻമാറിൽ പട്ടാള ഭരണം നടത്തുന്ന പോരായ്മകളും അതിൻ്റെ പ്രശ്നങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന് നേരെ തോക്ക് പിടിച്ചുകൊണ്ട് കൊല്ലാൻ വരുന്ന പട്ടാളക്കാരൻ്റെ മുമ്പിൽ കൈവിരിച്ച് നിൽക്കുന്ന ആൻഡ്രോസ് എന്ന് പറഞ്ഞ ഒരു സന്യസ്തയുടെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളിലെല്ലാം വളരെയേറെ ശ്രദ്ധയാർജിച്ച ഒന്ന് തന്നെയായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ഒരു മൂല്യബോധമുണ്ട്, നമ്മൾ കൊണ്ട് നടക്കുന്ന നന്മകളുണ്ട്. അതിനുവേണ്ടി സധൈര്യം ആരുടെയും മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ സന്യസ്തയുടെ ജീവിതം കാണിച്ചു തരുന്നത് പ്രതിസന്ധികളുണ്ടാകും, ജീവൻ പോലും നഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ തൻ്റെ ജീവിത മൂല്യം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് എടുത്തു ചാട്ടുന്ന ഒരു ചങ്കൂറ്റമുണ്ടല്ലോ. ഇന്ന് നമ്മൾ ഈശോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് തന്നെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലോകങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും നമുക്ക് വരാം. ഈശോനാഥൻ കുരിശിൽ തൂങ്ങി മരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നെറ്റിത്തടത്തിൽ വരുന്ന ഒരു വാക്കാണ് അഭിക്ഷിപ്തൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുന്നത്. ഒരുപാട് ചങ്കുറ്റത്തോടെ ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ക്രിസ്തീയ മൂല്യത്തിൽ വിശ്വസിക്കാനും അത് പറഞ്ഞു കൊടുക്കുവാനും അത് പുതിയ തലമുറയ്ക്ക് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ജീവിതം മാതൃകാപരമായി കാഴ്ചവെക്കുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത്, ചിന്തിക്കുന്നത് ഈ ഒരു ക്രിസ്തു സാക്ഷിയായി മാറാനായിട്ട്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ട് ഈ ഒരു ചങ്കൂറ്റം എനിക്കുണ്ട്. സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് പേര് ഈശോയെ കൊല്ലാനായിട്ട് തീരുമാനിച്ച് അതിനുവേണ്ടി നടന്നപ്പോൾ ഈശോനാഥൻ അവരുടെ ഇടയിലൂടെ പ്രസംഗിച്ചുകൊണ്ടും രോഗസൗഖ്യം നൽകി കടന്നുപോയി ഈശോനാഥനെ നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. ഈ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ക്രിസ്ത്യാനിയായി നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടെ നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളും ധാർമ്മിക ചൈതന്യവും ഈശോയെ പ്രഘോഷിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കുവാനായിട്ട് സുവിശേഷം നമുക്ക് മാറ്റിവെക്കാം. 2002 ലോകകപ്പ് ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രസീൽ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് കിരീടമണിയുന്നുണ്ട്. അന്ന് ആ ഒരു മാച്ചിന് ശേഷം ബ്രസീലിലെ ഫുട്ബോൾ താരങ്ങളെല്ലാം ഇട്ടിരുന്ന ജേഴ്സി ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഇടയിലേക്ക് അവരുടെ താഴത്ത് ധരിച്ചിരുന്ന ഒരു വെള്ള ടീഷർട്ടും അതിലെഴുതിയിരുന്ന വാക്യവും ലോകമെമ്പാടുള്ള ഫുട്ബോൾ ആരാധകർ വായിക്കുകയാണത്. ഐ ലവ് ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ ജീസസ്. നമ്മൾ വിശ്വസിക്കുന്ന മൂല്യം സാഘോഷം പ്രഘോഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ വിശ്വസിക്കേണ്ട ആദർശങ്ങളെ മുറുകെ പിടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ ആദർശവും നമ്മുടെ മൂല്യമെല്ലാം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കാനും പറയാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മളുടെ വീടുകളിലാകട്ടെ, നമ്മുടെയൊക്കെ മക്കളെ വളർത്തുന്ന രീതിയിലൊക്കെ ആകട്ടെ, നമ്മൾ എന്താ എക്സ്ക്യൂസ് കൊടുത്തു പോകുന്നില്ല. ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ എക്സ്ക്യൂസ് കൊടുത്ത് ചിലപ്പോൾ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെയൊക്കെ മൂല്യങ്ങളിൽ അല്ലെങ്കിൽ മതബോധന ക്ലാസ്സിനൊക്കെ വരുന്നതിനൊക്കെ ഈ നമ്മൾ എക്സ്ക്യൂസ് കൊടുക്കുകയാണ്. നമുക്ക് അവിടെ നമ്മൾ ഈ ഒരു കോംപ്രമൈസിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ട ആൾക്കാരെ, വ്യക്തികളെയൊക്കെ കല്യാണത്തിന് താല്പര്യത്തിനൊക്കെ വേണ്ടി വരുമ്പോഴേക്കും അത് നമ്മുടെ ക്രിസ്തീയ മൂല്യത്തിനനുസരിച്ചുകൊണ്ട് വിവാഹം എന്നത് ഒരു കൂതാശയാണെന്ന് മറന്നുപോയിക്കൊണ്ട് നമ്മൾ ചിലപ്പോൾ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും. ഈശോനാഥൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണവുമായിട്ട് ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ പ്രസംഗിച്ചെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലും ചുറ്റുപാടിലും ഒക്കെ ഈ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റിത്തടത്തിൽ കഴുത്തിലിടുന്ന ഒരു കുരിശ് മാത്രമായിട്ട് വിശുദ്ധ കുരിശിൻ്റെയും ക്രിസ്തുവിൻ്റെയും പ്രാധാന്യം പോകും. വാഹനങ്ങളിലൊക്കെ അപകടമൊന്നും പറ്റാതിരിക്കാനായിട്ട് വെക്കുന്ന ഒരു രൂപത്തിലേക്ക് മാത്രമായിട്ട് നമ്മളിങ്ങനെ ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂല്യബോധത്തിൽ, ധാർമ്മികതയിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, തീരുമാനത്തിലില്ല ക്രിസ്തീയ മൂല്യവും ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അത് സധൈര്യം പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.